എൽസവത്തിന്റെ വീട്ടിൽ പോയി, എൽസവത്തിനെ കണ്ടു. പക്ഷെ എൽസവത്ത് പറഞ്ഞ ഒരു കാര്യവും നമുക്ക് വീഡിയോ ഇടാനോ ഒന്നും പറ്റുന്നതല്ല. അതായത് വളരെ സീരിയസ് ആയിട്ട്, വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ. അതൊന്നും നമ്മളങ്ങനെ വന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ വീഡിയോയിലൂടെ പറയുന്ന നടക്കത്തുള്ളൂ. പിന്നെ ഞാൻ അവരോട് പറഞ്ഞത് ഒരു കേസ് കൊടുക്കാൻ ശ്രമിക്കണം, പറ്റുന്ന ഒരു അവസ്ഥയിലും അല്ല. അവർ ഭയങ്കര പേടിച്ചൊക്കെ ഇരിക്കുന്ന ആളുകൾ. അതുകൂടാതെ മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഹൺറോസിനൊക്കെ കിട്ടിയ പോലത്തെ നിയമസഹായങ്ങളൊക്കെ ഇവർക്ക് അതിൽ കൂടുതൽ സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണ്. ഒന്നും പറഞ്ഞതുപോലൊന്നും അല്ല, ഇത് ഭയങ്കര കൂടിയ പരിപാടികളാണ്. അത്രയും ക്രൂരനായ ഒരു മനുഷ്യനാണ് ഈ ബാല. അവനിങ്ങനെ ഇറങ്ങി നടക്കാൻ പോലും അർഹതയില്ല ശരിക്കും. അവനിവിടെ ശരിക്കും അവനെ അറസ്റ്റ് ചെയ്ത് അകത്ത് കയറ്റി ജയിലിൽ കൊണ്ടുവരേണ്ട ടൈപ്പ് സാധനം. അപ്പം അതുകൊണ്ട് അങ്ങനൊന്നും സംസാരിച്ചില്ല. പിന്നെ ഉത്സവത്തിന് എന്തോ സോറി പറയാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ എടുത്തപ്പോൾ സോറി ഒക്കെ പറഞ്ഞു. എന്തിനാണെന്നറിയത്തില്ല. പുള്ളിക്കാർക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ വന്ന് തോക്കുമായിട്ടൊക്കെ വന്ന സമയത്ത് ആ പരിപാടിയിൽ തീരെ താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഒരു രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല അല്ലേ, അതുകൊണ്ട് വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞു. അയ്യോ കഷ്ടമുണ്ട്. മാത്രമല്ല വേറെ കാര്യങ്ങൾ പറയാം. ഈ വീഡിയോയിലൊന്നും കാണുന്നില്ല, ആളെ നല്ല സ്മാർട്ടും നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ്. എനിക്കൊന്ന് വീഡിയോ വരുമ്പോഴേ പുള്ളിക്കാർക്ക് വീഡിയോ പ്രസന്റേഷൻ ഒന്നും പറ്റുന്നില്ലെന്ന് തോന്നുന്നല്ലേ. നല്ല രസമായിട്ട് സംസാരിക്കുന്ന മനുഷ്യൻ. അവസാനമൊക്കെ ആയപ്പോൾ ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. നല്ല രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. നല്ല ഇടപെടലും. ആ ഫാമിലി ആണല്ലോ, പേരൻസ് ഒക്കെ നല്ല നല്ല ആൾക്കാർ. അവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. എന്നുവെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇവരാരെയും ബുദ്ധിമുട്ടിക്കാത്തവരാണ് എനിക്ക് തോന്നുന്നല്ലോ. ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത മനുഷ്യർ. അതിനകത്താണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇവിടെ ഉള്ള പോലീസിനും വേണ്ട. ഇതെന്താ ഈ ഹൈറൂസിനൊക്കെ ഹൈറൂസിന് പരാതി കൊടുത്തോണ്ടാണ്. ഈ പരാതി ഒരു കൊടുത്താൽ കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാവും. അത്രയ്ക്ക് ഭയങ്കര പ്രശ്നമായത്. ചെറിയ പ്രശ്നമല്ല. അത് വീഡിയോയിലൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മളെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ കേസില് ഇപ്പൊ ഈ യൂട്യൂബിലോട്ട് വീഡിയോ അവർ പറയുന്നുണ്ടല്ലോ, പല ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. പറയുക അത് മീഡിയ വാർത്ത വരെ വന്നിട്ട് പോലും പോലീസുകാർ ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. അതെന്താ അതല്ലേ? അതും ഒരു ഡോക്ടറാ പറയുമ്പോ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളത് ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാൻ പോലുള്ള എന്തൊക്കെയോ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പേടിയുണ്ട്. ഇവനെയൊക്കെ നല്ല പേടിയുണ്ട്. പോലീസ് കേസ് കൊടുത്താൽ കൊന്നുകളയും പറയുമ്പോൾ പേടിയുണ്ട്. അവര് ഈ വീഡിയോ കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. എന്നാ ചിലപ്പോ ബാലയെ അറസ്റ്റ് ചെയ്യുമായിരിക്കും. ബാല വളിയൊന്നുമല്ല. അവൻ അങ്ങനെ പറഞ്ഞാലും എന്താ പറയാ, അവരുടെ അവിടെ വളി എന്ന് പറയുന്നത് വലിയ കാര്യമല്ലെന്ന് പറയും. വളി കൊടുങ്കോ വളി എന്നൊക്കെ പറയുന്ന പോലെ എന്ന് പറയാം. അല്ലെ മയിരെന്ന് പറഞ്ഞാലും നടക്കത്തില്ല, അവര് മൂടിയാ. അപ്പൊ അതുകൊണ്ട് പോലീസ് അതിനും എടുക്കത്തില്ല കേസ്. നമ്മൾ മയിരെന്നോ വളിയെന്നോ പറഞ്ഞാൽ ചവിട്ടി പൊളിക്കുകയും ലോക്കപ്പിലിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാൻ മിടുക്കന്മാരാ. ഉളുപ്പുണ്ടോ എന്റെ പൊന്ന്? ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് മുഖ്യമന്ത്രി വന്ന് കാണിക്കാവോ? മുഖ്യമന്ത്രി അറിയേണ്ട കേസായത് ശരി. മുഖ്യമന്ത്രിയാണ് അറിയേണ്ടത്, അല്ലാതെ വേറെ ആർക്കും വരുന്നില്ല. നേരിട്ട് മുഖ്യമന്ത്രി അടുത്ത് ഞാൻ പോയി പരാതി കൊടുത്താൽ ഞാൻ കൊടുക്കും. അവര് പോയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടൊന്നും പറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അങ്ങനെ കൊച്ചിനാണേലും മനസ്സിലായോ, വീഡിയോ ഒക്കെ എപ്പോഴും ഭയങ്കര ധൈര്യം സംഭരിച്ചിടുന്നതാ. അതിന് അത്രയും പേടിച്ചൊക്കെ ഇരിക്കുക. അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ റിക്കവറി നടക്കുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെയെങ്കിലും പുള്ളിക്കാർക്ക് സംസാരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 1 വർഷം 1.5 വർഷത്തോളം മിണ്ടായിരിക്കേണ്ടി വന്നു. പുള്ളിക്കാർ പറയുന്നത് ഡിപ്രഷനിലാണ്, ഭയങ്കര ഡിപ്രസ് അവസ്ഥയാണ്, ആരോട് മിണ്ടാൻ പോലും പറ്റുന്നില്ല. ഇവിടെ പഠിക്കുന്നുണ്ട്, ചെറിയ കോഴ്സാണ് ഇവിടെ പഠിക്കുന്നത്. PGക്കൊക്കെ എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നത്? മെഡിക്കല് ചില്ലറ കാര്യമല്ല ചെയ്യുന്നത്. നല്ല സ്ട്രെസ് പഠിക്കുന്നിടത്ത്. ആവശ്യമില്ലാതെ ഈ ബാലെന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ ഫേക്ക് ഐഡി എന്നൊക്കെ വന്ന് ഓരോരുത്തരെ കൊണ്ട് കമന്റ് ഇടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കൂടാതെ അനുഭവിച്ച കാര്യങ്ങളാണെങ്കിലും ഇതൊന്നും ഒരു കാരണവശാലും ഇവരിത് എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിന്റ് പോലും പുറത്തു വരത്തില്ല. അത്ര സെക്യൂർഡ് ആയിട്ട് ഡീൽ ചെയ്യും. പോലീസ് ആണെങ്കിലും കൊള്ളാം, കോടതിയാണെങ്കിലും. അങ്ങനത്തെ സീൻ അത് ഭയങ്കര മോശമായിട്ടോ. ഉദ്ദേശിക്കുന്നതല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമല്ല. നമ്മളിത് കേട്ട് കഴിഞ്ഞിട്ട് മർദ്ദിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ കേൾക്കുന്നില്ല. അത് എനിക്ക് പിന്നെ വേറെ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന് എന്ത് ചെയ്യാനാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ബാലെ വേറെ ചില കാര്യങ്ങളിൽ എനിക്ക് ഒരു ഡൗട്ടുണ്ട്. ഇവര് പറഞ്ഞനുസരിച്ചിട്ടേ അത് കൂടാതെ വേറെ ചില പരിപാടികളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് തെളിയിക്കാൻ പാടായിരിക്കും. എടാ അവര് പറഞ്ഞത് തന്നെ കൂടുതലാ, മനസ്സിലായോ? അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എനിക്കൊരു വേറെ ഡൗട്ട് വന്നിടയ്ക്ക്, അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അവരോട്. ഇത് ഭയങ്കര പ്രശ്നമാണോ? ഇത് നമുക്കൊന്നും അങ്ങോട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയതൊന്നുമല്ല. ജസ്റ്റ് ഈ ഉത്സവത്തിൽ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവർ ഈ നാട്ടിലുണ്ട് കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പോയതാ. കണ്ടു പരിചയപ്പെടണ്ടേ നമ്മള്.
പിന്നെ അതുമല്ല മറ്റേ തോക്കുകാരിയൊക്കെ പുള്ളിക്കാർ വീഡിയോ ഇട്ട് പറയുകയും ചെയ്തു തോക്കുമായിട്ട് വന്നതാണ്. ഇപ്പൊ പോലീസുകാർക്കൊക്കെ സമാധാനമായി കാണും. തൃക്കാക്കര സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്ന 25,000 രൂപയൊക്കെ മേടിച്ച് FIR എഴുതിയ ഊച്ചാളി പോലീസേ നാളെ ഉടുപ്പുണ്ടോ തോക്കില്ലെന്ന് പറയാൻ. ഇത് വീട്ടിൽ ചെന്നേക്കും ഭാര്യയുടെ വീട്ടിൽ പോയി ചായയും കുടിച്ച് നേരാണ്ട് ചിപ്സ് കൊടുത്തപ്പോൾ അതും തിന്ന് വീണ്ടും ഒരു 5,000 രൂപ കൂടെ മേടിച്ചാണ് ചിലപ്പോൾ അല്ലേ. അതിൽ കൂടുതലും കിട്ടിയതാണ്. അത്രയ്ക്ക് വിലയില്ലാത്ത പോലീസ്, തറ പോലീസ്, ഒരു തെണ്ടി പോലീസ് ആരായാലും നക്കാപ്പിച്ച മേടിച്ച് തോക്കില്ലെന്ന് പറഞ്ഞ പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ഇങ്ങനത്തെ ഒരു സല്യൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ തെണ്ടി പോലീസ് ആരായാലും നാണം ഉളുപ്പും ഇല്ലാത്തവൻ, ഒരു നാറി പോലീസ്. പിന്നെ പിണറായി വിജയൻ ഇതൊക്കെ അറിഞ്ഞിരിക്കും ഇവിടുത്തെ തെണ്ടികൾ കാണിക്കുന്നത്. നിങ്ങളുടെ എന്താ പറയണ്ടേ, ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും വീഡിയോ ഇട്ടുണ്ടെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ ഫാൻസിന് ഒരാളെ പൊക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് ഫോട്ടോ എടുത്ത് നാടുകളെ നടന്ന് ഒരു ദിവസം മുഴുവൻ അതിന്റെ ഇത് പേരിൽ അങ്ങനെ കുറെ അഭ്യാസം കാണിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലതും ഒതുക്കി കൊടുക്കുക, നക്കാപ്പിച്ച മേടിച്ചിട്ട്. ഇവനൊക്കെ ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇവന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ടാണ് ഈ തെണ്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഇവരുടെ പ്രശ്നം കൂടെ കേട്ടപ്പോഴത്തേക്കിനെ അയ്യോ നമ്മൾ ഈ പോലീസിനെ എങ്ങനെ വിശ്വസിക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവരുടെ അടുത്ത് പരാതി കൊടുക്കാനായിട്ട് ഒരു പ്രാവശ്യം കണ്ട് എൽസബത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കര പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ അറിഞ്ഞതാ. 2022 23 തോന്നുന്നു. 23 ഈ ബാലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാണ്ട് ചെയ്തു. പ്രശ്നം കൊണ്ട് അടി കിട്ടി കണ്ടൊക്കെ ആയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ പരാതി സ്വീകരിക്കാതെ അവരെ തിരിച്ചു വിട്ടിട്ട് പിന്നെ അത് എന്തൊക്കെയോ സംസാരമൊക്കെ ആക്കി ഇവരുടെ കോൺഫറൻസും പോയി ഇവരുടെ പലരും ഇടപെട്ട് ആ കേസ് റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാതെ അവിടെയൊക്കെ സംസാരിച്ച് ഒതുക്കി തീർത്തു. അതുവരെ ഇവിടെ നടന്നിട്ടുണ്ട്. അത് പാലാരിവട്ടം സ്റ്റേഷനിലോട്ടായി പെങ്കുച്ച് പോയതും അവിടെ ഉണ്ടാകുന്ന ഒരേ ഒരു SI മാത്രമേ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അയാൾ വളരെ കാര്യമായിട്ട് ഇവരോട് അഡ്വൈസൊക്കെ കൊടുത്തിരുന്നു വന്ന്. പക്ഷെ അന്ന് ഈ കൊച്ചു ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഒട്ടും പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് പോലും ഇതിന് പറ്റുന്നില്ല. അപ്പോൾ താൻ നടിച്ചേക്ക് ഇങ്ങനെയുള്ള നിസ്സഹായരായ ഇത്ര ലോല ഹൃദയരായ ഇതിനൊന്നും താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഈ നടന്നേക്കുന്നത്. ഈ കൊച്ചു ജീവനോട് ഇരിക്കുന്നത് തന്നെ അത്ഭുതമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ. അല്ലെ ഇതുപോലെ ടോർച്ചർ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യർ അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് ഒന്നും ആയിരിക്കും ഇവര് ചെയ്തു കൂട്ടുന്ന പരിപാടികളെ. ഇതിനകത്ത് സീൻ എനിക്ക് മനസ്സിലായോ? ഇവര് ഇപ്പൊ പറഞ്ഞത് വെച്ച് കേട്ട സാധനം വെച്ചിട്ടുണ്ടല്ലോ, ഒരു സാധാരണ ഒരു ശരാശരി ഒരു പെണ്ണിന് എടുക്കാൻ പറ്റുന്ന പരിപാടി അല്ല തോന്നുന്നു സാധാരണഗതിയില്. ഇപ്പൊ ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ഇപ്പൊ ഒരു പരിപാടി പിടിക്കുന്നത്. അതിന്റെ അകത്തോട്ട് വരുന്ന ഇത്രയും പ്രഷർ അത് എന്തൊക്കെ രീതിയിൽ പീഡിപ്പിക്കുന്നുള്ളത് നമുക്ക് മാനസികവും ശാരീരികവുമായ പീഡനങ്ങള്, മാരകമായ മർദ്ദനങ്ങള്, ഉറക്കമില്ല, ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്ങനെ പറയും ഇതൊക്കെ ഒരു മനുഷ്യന് ഇതൊന്നും മീഡിയയിലൊന്നും പറയത്തില്ല അവർ. നിങ്ങൾ നോക്കൂ, ഇത് ഇവര് പറഞ്ഞാലും പറയാൻ പറ്റത്തില്ല പുറത്തോട്ട്. അത് എന്ത് തരം പരിപാടികളാണ് കാണിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഉറക്കത്തോലില്ലെന്ന് ഇങ്ങനെ ഇരിക്കുക പാട്ട് കളിച്ച് അത്രയ്ക്കും. പിന്നെ അപവാദ പ്രചരണങ്ങള്, കള്ളത്തരങ്ങൾ പറഞ്ഞു പിടിപ്പിക്കല്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങള്. അതായത് ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ഭാരതത്തിൽ വല്ല കോഴ്സ് വല്ലതും ചേരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു രാജ്യം തന്നെ നശിപ്പിക്കാൻ പറ്റും. അതുപോലത്തെ പാകിസ്ഥാനി വല്ലതും കൊണ്ടുപോയിക്കണേ അവൻ അവിടെ കുട്ടിച്ചോറാക്കും. അവനെ വെച്ചോണ്ടിരിക്കും ഇവിടെ. എന്നിട്ട് അവന്റെ മുന്നിൽ ചെന്ന് ഓച്ചാനി ചെന്ന പോലീസുകാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവനൊക്കെ എന്താ സ്ഥാനം മനസ്സിലാക്കാതെ ഇവർക്കൊന്നും ഒരു താല്പര്യമുള്ളൂ. എന്തോ നക്കാപ്പിച്ച് കൊടുക്കുന്നുണ്ടോ, തീട്ടം കൊടുക്കുന്നുണ്ടോ, വലിയ ആളാണെന്നും ഇവനെന്തോ വലിയ പുള്ളിയാണെന്നും ഇവന് ഭയങ്കര സ്വാധീനമുള്ളവനാണെന്നും ഒക്കെ ഉള്ള എന്തോ ചിന്ത പോലീസുകാർക്ക് പറയണ്ടോ എനിക്ക് സംശയം. അതൊന്നും ഇല്ല, ശരിക്കും അവൻ അതൊന്നും ഇല്ലെന്നാ പറയാം. ഒരു തേങ്ങയില്ല, ഇത്രയും കോടിയില്ല. നീ അഥവാ അവിടെ ഉണ്ടായാലും ഇതിലും വലിയ കോടീശ്വരന്മാർ അകത്ത് കിടന്നിട്ടില്ല. ഇപ്പൊ ബോച്ച ഇവനെക്കാളും കിടിലം പാർട്ടിയാ. ഒന്നും അവന് വരത്തില്ല, അവനിലൊന്നും ഇല്ല. മനസ്സിലായോ? ബോച്ചയുടെ അത്ര ഒന്നും ഇല്ല. എന്നിട്ട് പോലും അയാൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പുള്ളി അകത്തിട്ട് എന്തൊക്കെയാ കാണിച്ചത്. സിദ്ദിഖിന് എത്രയും വരത്തില്ല. എന്താണ് ഇവൻ തീട്ട കേസാ, ഒരു അലമ്പനം എന്നുള്ളതേ ഉള്ളൂ. പിന്നെയും പോലീസുകാർ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വമേധ ഒരു കേസ് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്രയും എവിഡൻസ് കിടക്കുവാണ് ഒരു പെൺകുച്ച് പറഞ്ഞായിട്ട്. ഇനി അവരെ കേസ് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ച് ഇവർ വരുമായിരിക്കും. അല്ലാതെ ഇവർ അങ്ങോട്ട് പോകത്തില്ല. ഇവർക്ക് പേടി എന്തുകൊണ്ട് അത് കേസാകത്തില്ല. അവരവിടെ ചെന്ന് കഴിയുമ്പോൾ തിരിച്ചു മറിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ധാരണകളൊക്കെ തെറ്റിദ്ധാരണകളാണ്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ചെന്നിട്ട് അവിടെ നിന്ന് പോയി പിന്നെ എന്തോ പരാതികളൊക്കെ ആയിട്ട് നീങ്ങിയപ്പോഴും നടക്കാതെ പോയി. അങ്ങനെ 1-2 ഇൻസിഡൻസ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അതും ഇത്രയും പ്രശ്നത്തിനിടയിൽ പോയിട്ട് പോലും നടക്കുന്നില്ല. ചൂടോടെ കൊടുത്തിട്ട് നടന്നില്ല. പിന്നെ അവർക്ക് അങ്ങനെ സംശയങ്ങളായിട്ട് ഇരിക്കുന്നു. പിന്നെ ഇപ്പോഴാണെന്ന് സംസാരിക്കാൻ പോലും ആ കൊച്ചിന് പറ്റിയത്.
അതിനെ ഇനിയും പോലീസിന്റെ പണി എന്തോ എനിക്ക് അവർക്ക് ഈ ഹെൽമെറ്റ് പിടിക്കലും പോക്കറ്റ് അടിക്കലും പിടിച്ചു പറിക്കലും In 300 meters, turn left. കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കും. ഇക്ക വിളിച്ച് പറഞ്ഞാൽ പണിയെടുക്കുന്ന ഒരു പോലീസുകാരൻ ഒന്നാലോചിച്ച് നോക്കിയോ, എന്ത് ഗതികെട്ട പോലീസുകാരാണത്. ബാലയുടെ മുന്നിൽ വേർത്തിന് ഇങ്ങനെ നിൽക്കുന്നു. ബാലയ്ക്ക് തോക്കിന് എഫ്ഐആറിനകത്ത് തോക്കിടാതെ 4 മണി വരെ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് രാവിലെ ആയപ്പോൾ എഫ്ഐആർ ഇട്ടിട്ട് പിന്നെ ആരും ആ സ്റ്റേഷനിൽ ഇല്ല നമ്മളെ വന്നപ്പോ. അത്ര തെണ്ടിത്തരം കാണിക്കുന്നവന്മാർ ഇവിടെ ഉണ്ട്. എഫ്ഐആർ ഇട്ട് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാടോ, അത് മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്നത്. തോക്ക് കേൾക്കുന്നില്ലെന്ന്. അതെന്തൊരു തെണ്ടിയാണോ അവന്മാര്, നാണോ ഉളുപ്പില്ലാത്തവനൊക്കെ. അവന്മാർ ആരൊക്കെയാണോ അവർ കാശ് മേടിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ആയിട്ട് ബാക്കി ബന്ധമുണ്ട്, ഒരു സംശയം വേണ്ട. In 100 meters, turn left. ഓക്കെ, പിന്നെ കാണാം. മടി തെറ്റും അല്ലെങ്കിൽ Take the next left, then turn right. എന്താ പറയുന്നത്